നബിയുടെ ആ ജീവിതമാണ് 23 കൊല്ലത്തെ ജീവിതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതപ്പടി പകർത്തിയ ലക്ഷക്കണക്കിൽ അനുചരന്മാർ, സഹാബാക്കൾ എന്ന് പറയും അവർ. ആ സഹാബാക്കളാണ് അത് പകർത്തിക്കൊണ്ട് പിൻതലമുറക്ക് കൊടുക്കുന്നത്. ആ പിൻതലമുറക്കാരായിക്കൊണ്ട് തന്നെയാണ് ഇസ്ലാം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കടന്നു വന്നത്. അതായത് നബിയുടെ ജീവിതം, പ്രവാചകൻ്റെ ജീവിതം എന്താണോ അത് പകർത്തി പാരമ്പര്യമായിട്ട് നടന്നു വരുന്ന ഒരു സമ്പ്രദായമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും ഇസ്ലാം എത്തിയത് പ്രവാചകൻ്റെ കാലത്താണ്. സഹാബാക്കൾ പല സ്ഥലത്തുമുണ്ട്. ഇവിടെ സഹാബാക്കൾ മറവിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. അവരൊക്കെ ഇവിടെ വന്നത് ദീനി പ്രചരണത്തിന് വന്നവരാണ്. കൊടുങ്ങല്ലൂരിൽ നമുക്കറിയാം, കൊടുങ്ങല്ലൂരിൽ ചേരമാൻ പെരുമാൾ പള്ളി എന്ന് പറയുന്നൊരു പള്ളി തന്നെയുണ്ട്. ആ പള്ളി അവർ വന്നുണ്ടാക്കിയതാണ്. അതേ പ്രകാരം 10ഓളം പള്ളികൾ ആ സഹാബാക്കളുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ കൂടെ കൊല്ലം, മാടായി, ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, അപ്പോൾ ആ ഇസ്ലാം ഇവിടെ വന്നത് യാതൊരു കലർപ്പുമില്ലാത്ത നബിയിൽ നിന്ന് പകർത്തിയ അതേ ഇസ്ലാമാണ് ഇവിടെ എത്തിയെന്നുള്ളതാണ് ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം. അതിങ്ങനെ പകർന്ന് പോന്നു. നല്ല സജ്ജനങ്ങളായ ആൾക്കാരിൽ കൂടെ അത് പകർന്ന് വന്നിട്ടാണ് ഇസ്ലാം ഇന്ന് വരെ എത്തിയിട്ടുള്ളത്. ഒരഭിപ്രായ വ്യത്യാസം ആർക്കും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആചരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പം ഒരാൾ മരിച്ചാൽ എന്തൊക്കെ ചടങ്ങ് ചെയ്യണം, വിവാഹത്തിന് എന്തൊക്കെ ചടങ്ങുണ്ടാവണം, നമ്മുടെ നിസ്കാരങ്ങളും ആരാധനകളൊക്കെ ഏത് രൂപത്തിലാവണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതുമാണ്, അതോടുകൂടെ ചെയ്തു വരുന്നതുമാണ്. അതിന് ഇങ്ങനെ വരുന്ന കാലത്ത് 1921 ശേഷമാണ് ഇവിടെ പുതിയ ചില അഭിപ്രായങ്ങൾ കൊണ്ടുവന്നത്. മുജാഹിദ് എന്ന് പറയുന്ന, സലഫികൾ എന്നൊക്കെ പറയുന്ന, വഹാബികൾ എന്ന് പറയുന്ന ആ കൂട്ടരാണ് ഇവിടെ കേരള മുസ്ലിം ഐക്യസംഘം ഉണ്ടാക്കുന്നത്. കേരള മുസ്ലിം ഐക്യസംഘം എന്ന പേരിലൊന്നുണ്ടാക്കി. ഒരനൈക്യവും ഇല്ലാത്ത സമയത്താണ് ഐക്യസംഘം ഉണ്ടാക്കിയത് തന്നെ വിരോധാഭാസമാണ്. അങ്ങനെ അവർ വന്നുകൊണ്ട് ഐക്യസംഘം ഉണ്ടാക്കി അനൈക്യം ഉണ്ടാക്കി എന്നുള്ളതാണ് ശരി. അങ്ങനെ മുസ്ലിങ്ങൾ ആചരിച്ചു പോരുന്ന പല സംഗതികളും തെറ്റാണെന്നും അത് ബഹുദൈവ വിശ്വാസത്തിൻ്റെ ഭാഗങ്ങളാണെന്നും, അതായത് മുശ്രിക്ക് എന്ന് പറയും, മുസ്ലിങ്ങളാക്കിയിട്ടുണ്ട് അവർ തള്ളുക ചെയ്യുന്നത്. ഉദാഹരണത്തിന് മഹാന്മാരെ ബഹുമാനിക്കുക. മദ്ഹബ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. 4 മദ്ഹബാണ് ലോകത്ത് അംഗീകരിക്കപ്പെട്ട മദ്ഹബ്. അതായത് കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ട ഫിഖിഹായ മസലകൾ എന്ന് പറയും. മനുഷ്യൻ ചെയ്യേണ്ട ആരാധനകൾ, കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ ആ വകുപ്പിനാണ് ഇത് പറയും മദ്ഹബ് എന്ന് പറയുന്നത്. ഷാഫി മദ്ഹബ്, അനഫി മദ്ഹബ്, അംബലി മദ്ഹബ്, മാലിക്കി മദ്ഹബ്. ലോകത്ത് അംഗീകരിച്ച 4 മദ്ഹബാണ്. 4 ആവാം. 4ലൊക്കെ ചില്ലറ വ്യത്യാസങ്ങളേ ഉള്ളൂ. കർമ്മത്തിലുള്ള ചില്ലറ വ്യത്യാസം, അടിസ്ഥാനപരമായിട്ട് എല്ലാവരും ഒന്നാണ്. അതിൽ ഒരു അഭിപ്രായക്കേടുമില്ല. അതിനെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇപ്പോൾ ഒരു മദ്ഹബ് സ്വീകരിക്കുന്നത്, ഖുർആനും ഹദീസും പോരെ എന്നൊക്കെ പറയുന്ന ഒരു പുതിയ ശൈലിയുമായിട്ട് ഇവിടെ വന്ന് ഭിന്നിപ്പുണ്ടാക്കിയത് വഹാബികളാണ്. അവർ പലതും ഉണ്ടാക്കിയിട്ടുണ്ട്, പല ഭിന്നിപ്പുകളുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തറാവി നിസ്കാരം, അത് നമ്മളൊക്കെ 20 നേരത്തെ നിസ്കരിച്ചു പോരുന്നതാണ്. 2 ഹറമിലും, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച പള്ളിയാണല്ലോ മക്കത്തെ പള്ളിയും മദീനത്തെ പള്ളിയും. അവിടെ ഇത്രയും കാലം വരെ 20 തന്നെയാണ് തറാവി നിസ്കാരം. ഉദാഹരണം പറഞ്ഞാൽ അതുപോലെ എല്ലാ സംഗതികളും അക്കാലത്ത് ഇതുവരെ തുടർന്ന് വന്ന സംഗതികളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി ജനങ്ങളിൽ ശൈഥല്യം സൃഷ്ടിച്ച, ഭിന്നിപ്പുണ്ടാക്കിയ കൂട്ടരാണ് ഈ വഹാബി വിഭാഗം. അതുണ്ടാക്കിയപ്പോഴാണ് 1924 അവർ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി. ഐക്യസംഘത്തിൻ്റെ ശേഷം ഉലമാക്കളുടെ സംഘടന. അതോടുകൂടി അവർ വ്യാപകമായി, അപ്പം വേറെ സംഘടന ഇവിടെ ഇല്ലല്ലോ. ഇസ്ലാമിൽ വേറൊരു സംഘടന, ഇസ്ലാം എന്നല്ലാത്തൊരു സംഘടന വേറെ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പം മതപ്രബോധന മേഖലയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് വഹാബികളാണ്. കേരള ജംഇയ്യത്തുൽ ഉലമ, പണ്ഡിതന്മാരുടെ സംഘടന എന്ന അർത്ഥത്തിൽ അതുണ്ടാക്കി വ്യാപകമായിട്ട് ഈ ഫിത്ന പരത്തിയപ്പോൾ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ, നമുക്കറിയാം, നമ്മുടെയൊക്കെ എല്ലാവരുടെയും ആദരണീയനും പണ്ഡിതനും വലിയ സയ്യിദും, അദ്ദേഹത്തിൻ്റെ തറവാട് യമനിലാണ്. യമനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകർ തന്നെ പറഞ്ഞിട്ടുണ്ടാൽ ഈമാനു യമാനിൻ വൽഹിക്കുമത്ത് യമാനി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഈമാൻ്റെ ശരിയായ രൂപം, അവിടെയാണ് യമനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ യമനിൽ നിന്ന് വന്നവരാണ് ഇവിടുത്തെ സാദാത്തുക്കളൊക്കെ. ബാഫി തങ്ങളാവട്ടെ മറ്റവരാവട്ടെ ഒക്കെ യമൻകാരാണ്. ഈ യമൻകാരായിരിക്കുന്ന ആ തങ്ങൾ ഇത് കണ്ടപ്പം നമ്മുടെ പണ്ഡിതന്മാരൊക്കെ വിളിച്ചു കൂട്ടി. 1925
കുറ്റിച്ചിറ വില്ലേജ് ജുമാഅത്ത് പള്ളിയിൽ വിളിച്ചു കൂട്ടി. താൽക്കാലികമായിട്ട് അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കി. അത് കേരള ജംഇയ്യത്തുൽ ഉലമ തന്നെയായിരുന്നു. അങ്ങനെ അത് താൽക്കാലികം ഉണ്ടാക്കിയത് വിപുലമായിട്ട് ഇതിന് സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്ഹോക്ക് കമ്മിറ്റി എന്ന നിലക്കാണ് ഉണ്ടാക്കിയത്. 1926 പിന്നീട് വിപുലമായ തോതിൽ ടൗൺ ഹാളിൽ യോഗം ചേർന്നുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കി. അതിൻ്റെ 100ാം വാർഷികത്തിലാണ് നമ്മളുള്ളത്.